കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ വിജയ് തേരോട്ടമായിരുന്നു. മകൻ വിജയ്, അച്ഛൻ വിജയ്, ഏജന്റ് വിജയ്, അങ്ങനെ ഗോട്ടിൻ്റെ ട്രെയിലർ കണ്ടവർക്ക് ഒരേ സമയം കൗതുകവും ആകാംക്ഷയും വർദ്ധിച്ചു. ചിലർ ഒരു പടി കൂടി കടന്ന് അയ്യോ ഇത്രക്ക് വേണമായിരുന്നോ വെങ്കിട്ട് പ്രഭു എന്നടാ പണി വെച്ചിരിക്കുക എന്ന് വരെ ചോദിച്ചു. എന്തായാലും ട്രെയിലർ യൂട്യൂബിൽ മണിക്കൂറുകൾ വെച്ച് മില്യൺ മാറ്റിക്കൊണ്ടിരുന്നു. ചിത്രം സെപ്റ്റംബർ 5-നാണ് തിയേറ്ററിലെത്തുക. അതായത് ഇനി സൗത്ത് ഇന്ത്യയിൽ ബോക്സ് ഓഫീസ് കുലുങ്ങാൻ പോകുന്നതിൻ്റെ സമയമാണ്. അവിടെ നിന്നും ഒരു മാസം കഴിഞ്ഞ് സൂര്യ തൻ്റെ ബ്രഹ്മാണ്ഡ റിലീസുമായി വരുന്നുണ്ട്, കങ്കുവ. ഗോട്ടിനൊപ്പം ക്ലാസ് റിലീസ് ഉണ്ടാവുമെന്ന വാർത്തകളൊക്കെ ആദ്യഘട്ടത്തിൽ പുറത്തു വന്നെങ്കിലും ഗോട്ട് കത്തിത്തീരുന്നിടത്തായിരിക്കും കങ്കുവ കൊളുത്തുക. ട്രെയിലർ നൽകുന്ന സൂചനയും അതുതന്നെയാണ്. തമിഴിൽ ഇനി ഇറങ്ങാനുള്ളതിൽ ഏറ്റവും പ്രതീക്ഷയുള്ള ചിത്രമാണ് കങ്കുവ എന്നാണ് പക്ഷം. അതിന് അനലിസ്റ്റുകൾ പറയുന്ന കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് ഒന്ന് നോക്കിയാലോ. നടിപ്പിൻ നായകൻ സൂര്യയുടെ ഏറ്റവും വലിയ റിലീസായാണ് കങ്കുവ എത്തുന്നത്. തമിഴ് മാത്രമല്ല, പാൻ ഇന്ത്യൻ ചിത്രമായി തന്നെയാണ് നിർമ്മാതാക്കളായ സ്റ്റുഡിയോ ഗ്രീൻ ചിത്രം മാർക്കറ്റ് ചെയ്യുന്നത്. പീരീഡ് ആക്ഷൻ ഡ്രാമ വിഭാഗത്തിൽ ശിവ ഒരുക്കുന്ന 3D ചിത്രം ഒക്ടോബർ 10-നാണ് എത്തുക. ഏറ്റവും കൂടുതൽ ഭാഷകളിൽ എത്തുന്ന ഇന്ത്യൻ ചിത്രമെന്ന റെക്കോർഡും കങ്കുവ തിരുത്തിയേക്കും. ട്രെയിലർ പുറത്തു വന്നതിന് ശേഷം ചിത്രത്തിൻ്റെ ഹിന്ദി പതിപ്പിനുണ്ടായ സ്വീകാര്യത ഈ പ്രതീക്ഷ വർദ്ധിപ്പിക്കുന്നതാണ്. തെലുങ്കാണ് നിർമ്മാതാക്കൾ കണ്ണുവെക്കുന്ന മറ്റൊരു മാർക്കറ്റ്. അതിന് കാരണവുമുണ്ട്. ചിത്രത്തിൻ്റെ ട്രെയിലർ പുറത്തിറങ്ങിയ ശേഷം പല സീനുകളും ബാഹുബലിയെ ഓർമ്മിപ്പിക്കുന്നുവെന്ന് പറഞ്ഞവരുണ്ട്. അത്രയും ക്വാളിറ്റിയിലുള്ള റിച്ച് ഫ്രെയിമുകൾ കങ്കുവയിലും കണ്ടുവെന്നാണ് അനലിസ്റ്റുകൾ പറയുന്നത്. ചിത്രീകരണവുമായി ബന്ധപ്പെട്ട് പുറത്തു വന്ന റിപ്പോർട്ടുകളും ഇതിന് അടിവരയിടുന്നതാണ്. ചിത്രത്തിലെ ആക്ഷൻ സീനുകൾ, അതിൽ തന്നെ വലിയ മുതൽ മുടക്കിൽ ചിത്രീകരിച്ച യുദ്ധരംഗങ്ങളായിരിക്കും സ്ക്രീനിൽ വിസ്മയമാവുക എന്നാണ് അണിയറ പ്രവർത്തകർ വ്യക്തമാക്കുന്നത്. 10,000-ലേറെ ജൂനിയർ ആർട്ടിസ്റ്റുകളെ ഉൾപ്പെടുത്തി ചിത്രീകരിച്ച 1-ലധികം യുദ്ധരംഗങ്ങൾ ഉണ്ടെന്നാണ് റിപ്പോർട്ട്. ചിത്രം കേരളത്തിലെത്തിക്കുന്നത് ഗോകുലം മൂവീസാണ്. 1-ാം ഭാഗം കൊണ്ട് നിർത്താൻ നിർമ്മാതാക്കൾ ഉദ്ദേശിക്കുന്നില്ലെന്ന് നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു. ചിത്രത്തിൻ്റെ 2-ാം ഭാഗത്തിൻ്റെയും കഥ പൂർത്തിയാക്കിയിട്ടുണ്ട്. കങ്കുവ 2 2026-ൽ തീർക്കാനാണ് തങ്ങൾ ഉദ്ദേശിക്കുന്നതെന്നാണ് നിർമ്മാതാക്കളിൽ ഒരാളായ ജ്ഞാനവേൽ പറഞ്ഞത്. അതായത് അത്രയും മുതൽ മുടക്കിൽ 1-ൽ കൂടുതൽ ഭാഗങ്ങൾ ഒരുക്കാൻ നിർമ്മാതാക്കൾ ഒരുങ്ങുന്നത് തന്നെ ചിത്രത്തിൽ അവർക്ക് അത്രമേൽ വിശ്വാസമുള്ളത് കൊണ്ടാണ്. വമ്പന്മാരായ ആമസോൺ പ്രൈം വീഡിയോയാണ് കോടികൾ എറിഞ്ഞ് ചിത്രത്തിൻ്റെ OTT റൈറ്റ്സ് നേടിയതെന്നതും പ്രതീക്ഷ വർദ്ധിപ്പിക്കുന്ന മറ്റൊരു കാര്യമാണ്. അറിയാത്ത ഒരു പ്രദേശത്ത് നടക്കുന്ന കഥയായതിനാൽ ചിത്രം പ്രേക്ഷകർക്ക് ഒരു പുതിയ അനുഭവമായിരിക്കുമെന്ന് നായകൻ സൂര്യ തന്നെ വ്യക്തമാക്കിയിരുന്നു. ഏതാണ്ട് 150 ദിവസത്തിലധികം എടുത്താണ് ചിത്രീകരണം പൂർത്തിയാക്കിയത്. യൂണിവേഴ്സൽ തീമിൽ കഥ പറയുന്നത് കൊണ്ട് തന്നെ ഇത് എല്ലാവർക്കും ഒരുപോലെ ആസ്വദിക്കാനാവുമെന്നും സൂര്യ പറയുന്നുണ്ട്. ടൈം ട്രാവലിലൂടെ കഥ പറയുന്ന സയൻസ് ഫിക്ഷൻ ചിത്രം കൂടിയാണ് കങ്കുവ. 2 ഗെറ്റപ്പുകളിലായാണ് സൂര്യ എത്തുന്നത്. 2 കാലഘട്ടങ്ങളിലെ കഥാപാത്രങ്ങളായിരിക്കും ഇതെന്നാണ് സൂചന. നല്ല കൊടൂര വില്ലനായി ബോബി ഡിയോളും. അദ്ദേഹത്തിൻ്റെ കോളിവുഡ് അരങ്ങേറ്റം കൂടിയാണ് കങ്കുവ. അനിമൽ സിനിമയിൽ ഏറെ ആഘോഷിക്കപ്പെട്ട വില്ലൻ വേഷത്തിന് ശേഷം ബോബി ഡിയോളിൻ്റെതായി റിലീസിനെത്തുന്ന ചിത്രം എന്നതാണ് പ്രതീക്ഷയേറ്റുന്ന മറ്റൊരു കാര്യം. വലിയ മുതൽ മുടക്കിൽ ഒരുങ്ങുന്ന സൂര്യ ചിത്രം കൂടിയാണിത്. പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് ചിത്രത്തിൻ്റെ മുതൽ മുടക്ക് 350 കോടിയാണ്. തീ എന്നർത്ഥം വരുന്ന പുരാതനമായ തമിഴ് വാക്കാണ് കങ്കുവ. ഇനി കങ്കുവ തിയേറ്ററിൽ തീ പടർത്തുമോ എന്നാണ് കണ്ടറിയേണ്ടത്. ഇതിനോട് ചേർത്ത് പറയേണ്ട മറ്റൊരു കാര്യമുണ്ട്. മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട നടൻ മോഹൻലാൽ ആദ്യമായി സംവിധാനം ചെയ്യുന്ന ബറോസും കങ്കുവയും ഏതാണ്ട് ഒരാഴ്ചത്തെ വ്യത്യാസത്തിലാണ് തിയേറ്ററിൽ എത്തുന്നത്. ബറോസ് ഒക്ടോബർ 3-നും കങ്കുവ ഒക്ടോബർ 10-നും. ഫഹദ് ഫാസിലിനെ നായകനാക്കി അമൽ നിരോധിക്കുന്ന ബൊഗൈൻ വില്ലയും എത്തുന്നത് ഒക്ടോബർ 10-നാണ്. അതായത് കേരളത്തിൽ കങ്കുവയ്ക്ക് വമ്പൻ എതിരാളികളുണ്ടെന്ന് ചുരുക്കം. ബറോസ് പാൻ ഇന്ത്യൻ റിലീസായി തന്നെയാണ് പദ്ധതിയിടുന്നത്. ആരാകും ബോക്സ് ഓഫീസ് ഭരിക്കാൻ പോകുന്നതെന്ന് കണ്ടു തന്നെ അറിയണം.